തേർഡും ഫോർത്തും 2 ക്വസ്റ്റ്യൻ ഞാൻ ഹൈലൈറ്റ് ചെയ്ത 2 ക്വസ്റ്റ്യൻ 3 and 4 ഒന്ന് എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഒന്നുമില്ല. എയർ enters a duct at 10 degrees Celsius and 80% relative humidity at a rate of 150 meter cube per minute. Is heated to 30 degrees Celsius without adding or removing any moisture. ജസ്റ്റ് ഹീറ്റ് ചെയ്തിട്ടുള്ളൂ. 10 ഡിഗ്രി സെൽഷ്യസും 80% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള ഒരു എയറിന് അതിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട് 150 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണെന്ന്. ജസ്റ്റ് ഹീറ്റ് ചെയ്തു വിത്തൗട്ട് ആഡിങ് ഓർ റിമൂവിങ് എനി മോയ്സ്ചർ. ദ പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് 180. അതായത് നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ ചെയ്യേണ്ട പ്രോബ്ലം ആണെന്ന് അർത്ഥം. ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഡിറ്റർമൈൻ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് എയർ അറ്റ് എക്സിറ്റ് ഫ്രം ദ ഡക്ട് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്. അത്രത്തോളം ഹീറ്റ് അവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്താൽപ്പി നമുക്ക് എടുക്കാൻ പറ്റും. ആ എന്താൽപ്പി വെച്ചിട്ട് മാസും ഇവിടുന്ന് കിട്ടും. ഇവിടെ വോളിയം ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്. മാസ് എടുക്കണമെങ്കിൽ വോളിയം ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം എടുത്താൽ മതി ആ ഫസ്റ്റ് പോയിന്റിൽ. 4ാമത്തെ ക്വസ്റ്റ്യനും സിമ്പിൾ ആണ്. The atmospheric air at 30 degrees Celsius DVT and 35% relative humidity enters a cooling coil at rate of cooling coil. നേരത്തെ ഹീറ്റിംഗ് ആയിരുന്നു, ഇപ്പോൾ നേരെ കൂളിംഗ് കോയിലിലേക്ക് ആക്കി. കൂളിംഗ് കോയിൽ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ 14 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. ബൈപാസ് ഫാക്ടറും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ ഓഫ് എയർ ലീവിംഗ് ദ കൂളിംഗ് കോയിലും കപ്പാസിറ്റി ഓഫ് കൂളിംഗ് കോയിലാണ് കണ്ടുപിടിക്കുന്നത്. അത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. കപ്പാസിറ്റി ഓഫ് കൂളിംഗ് കോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ. 2 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പരമാവധി ഒന്ന് തീർക്കാൻ നോക്കുക. കാരണം എനിക്ക് സബ്മിറ്റ് ചെയ്യണ്ട, ഞങ്ങളത് ചെയ്യണ്ട, അതുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഈ 2 ക്വസ്റ്റ്യൻ എഴുതി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഏറ്റവും ബേസ് ക്വസ്റ്റ്യൻ ആണ്. ബേസ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇത് മറ്റേ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചത് തന്നെയാണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. നിങ്ങളെ ചെയ്യിപ്പിക്കുന്ന പ്രോബ്ലംസ് മൊത്തം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച പ്രോബ്ലംസ് ആണ്. കേട്ടില്ല. മാക്സിമം എത്ര മാർക്ക് പ്രോബ്ലം? മാക്സിമം 10 മാർക്ക്. 10 മാർക്കിന്റെ പ്രോബ്ലംസ് നമ്മള് വലിയ രീതിയിൽ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഇല്ല. ഈ നമ്മളെ സമ്മർ എയർ കണ്ടീഷനിങ്ങിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ വിന്റർ എയർ കണ്ടീഷനിങ്ങിന്റെ പ്രോബ്ലംസ് ഒക്കെ 10 മാർക്കിന്റെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. വലിയ നമ്മള് ഇൻസൈഡും ഔട്ട്സൈഡും പിന്നെ മിക്സിങ്ങും ഒക്കെ കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞാൻ തന്ന 2 ക്വസ്റ്റ്യൻസ് 5 മാർക്കിന്റെ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. 5. പിന്നെ ഇതിന്റെ കൂടെ വരിക ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും. എക്സ്പ്ലെയിൻ സമ്മർ എയർ കണ്ടീഷനിങ് വിത്ത് നീറ്റ് ഡയഗ്രാം എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ജസ്റ്റ് 2 പോയിന്റ് മാർക്ക് ചെയ്യലേ പണിയുള്ളൂ. ഇതിൻ്റെ 2 ക്വസ്റ്റ്യൻ്റെ അകത്ത് അങ്ങനെയാണ്. 2 പോയിന്റ് മാർക്ക് ചെയ്യും. 2ാമത്തെ ക്വസ്റ്റ്യനിൽ 3 പോയിന്റ് വരും. ഒന്ന് നമുക്ക് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ തന്നതുകൊണ്ട് 3 പോയിന്റ്സ് വരും. നമ്മളിപ്പോ സൈക്കോമെട്രിക് ചാർട്ടിന്റെ ഒരു മോഡൽ വരച്ചു നോക്കണ്ടേ സൈഡിൽ? അത് വരക്കണം. സൈക്കോമെട്രിക് ചാർട്ടിന്റെ ഒരു മോഡൽ സൈഡിൽ വരച്ചു വെക്കണേ. ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മൾ എങ്ങനെയാണ് അത് ചെയ്തതെന്നുള്ളതിന്റെ ഒരു ഏകദേശ രൂപം അവിടെ നമ്മൾ സൈഡിൽ വരക്കണം. സൈക്കോമെട്രിക് ചാർട്ടിന്റെ രൂപം അറിയുന്നതല്ലേ? ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
സൈക്കോമെട്രിക് ചാർട്ടിന്റെ ഏകദേശം രൂപം വരുന്നത് ഇങ്ങനെയാണ്. താഴത്തെ DBT, ഇപ്പോൾ ഒമേഗ, നമ്മുടെ എൻതാൽപ്പി. എന്നിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന 2 പോയിന്റ്സ്, ഒന്ന് ഇവിടെ ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് ഇവിടെയാണ്, ജസ്റ്റ് ഹീറ്റിംഗ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ. അത് 2 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 2 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒക്കെ കണ്ടുപിടിക്കാനോ പറഞ്ഞിട്ടില്ല. അപ്പൊ 1 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നിരിക്കുന്ന വാല്യൂസ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. കറക്റ്റ് എടുക്കണം. ഇവിടെ താഴത്ത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് മാർക്ക് ചെയ്യണം. 10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. 2 എന്ന് പറയുന്ന പോയിന്റിൽ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. പിന്നെ എന്തായാലും തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 30 ഡിഗ്രി സെൽഷ്യസ്, 80% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ വരുന്നത് ഇങ്ങനെയാണ്, അത് 80%. ഇത് നേരെ സൈക്കോമെട്രിക് ചാർട്ടിൽ വരക്കുക. ഇവിടുന്ന് എൻതാൽപ്പി ഒക്കെ കണ്ടുപിടിക്കുക. എൻതാൽപ്പി ഇവിടുന്ന് കിട്ടും 1ലെയും 2ലെയും, H1 H2 ആണെങ്കിൽ ഒന്നുമില്ല, Q is equal to mass into H2 minus H1. ഡയറക്റ്റ് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്. നമുക്ക് തൽക്കാലം തന്നിരിക്കുന്ന വോളിയം ഫ്ലോ റേറ്റ് ആണ്. അതുകൊണ്ട് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം എടുക്കുക. ആ 1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ളൂ. 1 എന്ന് പറഞ്ഞ പോയിന്റിലെ എയറിനെയാണല്ലോ നമ്മൾ തണുപ്പിക്കുന്നത്. 1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള സ്പെസിഫിക് വോളിയത്തിന്റെ ലൈൻ ഇങ്ങനെ വരുന്നുണ്ടാവും. 0 സംതിങ് ഒക്കെ വാല്യൂ ഒക്കെ ആയിട്ട് അത് മാർക്ക് ചെയ്യാം. H2 minus H1. ഈ ഒരു അവർ കൊണ്ട് തന്നെ തീർക്കാൻ നോക്കുക. സിമ്പിൾ പ്രോബ്ലം ആണ്. സൈക്കോമെട്രിക് ചാർട്ട് ഇല്ലാത്ത ആൾക്കാർ വാട്സപ്പിൽ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട് ഒരു ഡോക്യുമെന്റ് ഫയലായിട്ട്. അത് ഓപ്പൺ ആക്കുക. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് നോക്കുക. രണ്ട് ക്വസ്റ്റ്യൻ എല്ലാം റേസ് ചെയ്യാം.
അങ്ങനെയാണെങ്കിൽ സൈക്കോമെട്രിക് ചാർട്ട് വേണേൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഓപ്പൺ ആക്കി തരാം. അതുകൊണ്ടാണ് ഇതിനു വേണ്ടി ചോദിച്ചത്. സൈക്കോമെട്രിക് ചാർട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഏകദേശം വാല്യൂസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ എടുക്കാൻ പറ്റും. പോയിന്റ് ഓൾറെഡി ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് 10 ഡിഗ്രി സെൽഷ്യസും 80% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരുന്ന പോയിന്റ് വെച്ചാൽ സെക്കൻഡ് ഇത് ഹീറ്റ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് ആഡിങ് ഓർ റിമൂവിങ് മോയ്സ്ചർ എന്നായിട്ടുള്ള നേരെ ഹീറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇവിടുന്ന് ഹീറ്റ് ചെയ്യുക. എത്ര ഡിഗ്രി സെൽഷ്യസ്? 30 ഡിഗ്രി സെൽഷ്യസ്. സോ സെക്കൻഡ് പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടും. നമ്മളുടെ പ്രോസസ്സ് വരുന്നത് ഇവിടെ നിന്നൊക്കെ. ഇതാണ് പ്രോസസ്സ് 1 2ലേക്കുള്ള പോയിന്റ് നമ്പർ 1, പോയിന്റ് നമ്പർ 2. എന്താൽപ്പി ഇവിടെ ഉണ്ട്. H1 H2 കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു പോയിന്റ് ആണ് H2. സ്പെസിഫിക് വോളിയം കിട്ടണമെങ്കിൽ ഈ സ്പെസിഫിക് വോളിയം ലൈനിൽ കൂടെ 0.80 0.820 സെൻട്രലായിട്ടാണ് വരുന്നത്. കാണുന്ന യെല്ലോ കളർ ലൈനാണ് സ്പെസിഫിക് വോളിയം. അങ്ങനെയാണെങ്കിൽ Q is equal to minus H1. മാസ് ഫ്ലോ റേറ്റ് പകരം വോളിയം ഫ്ലോ റേറ്റ് കാണിച്ചാൽ ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം. വോളിയം ഫ്ലോ റേറ്റ് എടുക്കുന്ന സമയത്ത് നോക്കണം, അത് മീറ്റർ ക്യൂബ് പെർ മിനിറ്റിലാണ് തന്നിട്ടുള്ള. നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റിക്കൂടാ. വോളിയം നമുക്ക് തന്നിരിക്കുന്നത് മീറ്റർ ക്യൂബ് പെർ മിനിറ്റിലാണ്. സെക്കൻഡിലേക്ക് മാറ്റുക. ഡിവൈഡ് ബൈ 60 കൊടുത്താൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സെക്കൻഡ് പ്രോബ്ലത്തിന്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഫസ്റ്റ് പ്രോബ്ലം വരച്ച പോലെ തന്നെ സെക്കൻഡ് പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചതല്ലേ, ഒന്ന് ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണെന്നും പിന്നെ ഈ രണ്ടാമത്തെ പോയിന്റിലുള്ള പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനല്ലേ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്തോ കണ്ടുപിടിക്കാനല്ലേ മക്കളെ. ക്വസ്റ്റ്യൻ നോക്കട്ടെ എന്താ പറഞ്ഞത്. ഡിറ്റർമൈൻ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് എയർ അറ്റ് ദ എക്സിറ്റ് ഫ്രം ദ ഡക്ട്. അതായത് 2 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കുക. ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്, എത്രത്തോളം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഉണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനാണ് Q എന്ന് പറഞ്ഞ ഇക്വേഷൻ.
റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അപ്പോൾ 25% വരിക. രണ്ടാമത്തെ പോയിന്റോടെ പോകുന്നത് അതിന് 25ന്റെ അടുത്ത് വരുമായിരിക്കും. ഞാനിത് എന്റെ ഗ്രാഫ് ചെറുങ്ങനെ ചെരിഞ്ഞിട്ടാണല്ലോ ഇതിന്റെ അകത്ത് ഫിഗർ. രണ്ടാമത്തെ പോയിന്റിലോട്ട് പോകുന്ന പച്ച ലൈനല്ലേ ആ സ്പെസിഫിക്? രണ്ടാമത്തെ പോയിന്റിൽ കൂടെ പോകുന്ന ഈ ഒരു ഗ്രീൻ കളർ ലൈൻ ഏകദേശം 25 ഇതിനകത്ത് കാണിക്കുന്നത്. നോക്കിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടുന്ന വെച്ചാൽ നോക്കിട്ട് ചെയ്തു. 25°C ഓൾമോസ്റ്റ് കിട്ടുന്നുണ്ട് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനാണ് മെയിൻ. കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻസ് ഒക്കെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. $58.64 വരിക. എനിക്കറിയില്ല വാല്യൂ എത്രയാണ്. എല്ലാവർക്കും കിട്ടുന്ന ഏകദേശം ഇത്ര വാല്യൂസ് നോക്കോ. കറക്റ്റ് ആൻസർ എനിക്കറിയില്ല. ഈ VS എന്ന് പറയുന്ന യെല്ലോ ലൈൻ ഇല്ല. VS എന്ന് പറയുന്ന ഇതാ മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ഇല്ലേ അല്ലേ? ആ അതങ്ങനെയല്ലേ വോളിയം. ഞാൻ കാണിച്ചുതരാം. അത് വോളിയത്തിന്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ്. ഓക്കെ. വോളിയം ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം VS എന്നുവെച്ചാൽ ഇത് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയത്തിന്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാമിലാണ്. കിലോഗ്രാം. മീറ്റർ ക്യൂബും ക്യാൻസൽ ചെയ്യും. പിന്നെ ലാസ്റ്റ് വരുന്നത് കിലോഗ്രാം എത്ര മുകളിൽ പോകും kg പെർ സെക്കൻഡ് ആവും. അതിന്റെ അർത്ഥം മാസ് ഫ്ലോ റേറ്റ്. പ്രത്യേകിച്ച് ഇക്വേഷൻസ് ഒന്നും അങ്ങനെ ബൈഹാർട്ട് പഠിക്കാനില്ല ഈ ലാസ്റ്റ് മൊഡ്യൂൾ, ഈ 5-6 മൊഡ്യൂൾ. സെക്കൻഡ് ക്വസ്റ്റ്യനും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുള്ളത്. The atmospheric air at 30°C DBT 75% relative humidity. അപ്പോൾ അത് ആദ്യം മാർക്ക് ചെയ്യാം. 30°C 75% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 5% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇവിടെ വരും. ഓക്കെ. പോയിന്റ് നമ്പർ 1. അതിനെ നമ്മൾ കൂൾ ചെയ്യുക. കൂൾ ചെയ്തിട്ട് എത്ര ടെമ്പറേച്ചർ കിട്ടുന്നുണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. പകരം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കോയിൽ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഈസ് 14°C എന്ന് പറഞ്ഞിട്ടുണ്ട്. 14°C ആണ് കൂളിംഗ് കോയിലിന്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. പിന്നെ ബൈപാസ് ഫാക്ടർ തന്നിട്ടുള്ളത്. സോ നമുക്കറിയാം ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന പോയിന്റ് എവിടെയുണ്ടാകുക?
കോയിൽ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ആക്കില്ല. അപ്പം ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ നമുക്കറിയാം ഇവിടെയാണ് ഉണ്ടാവുക, ഈ ബോർഡറിൽ. അത് 14°C തന്നിട്ടുണ്ട്. അപ്പോൾ 14ന്റെ പോയിന്റിലേക്ക് ഞാൻ എടുത്തു. ഇവിടെയാണ് 14°C പോയിന്റ് വരുന്നത്. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ 14°C. ഇൻ ബിറ്റ്വീൻ ആണ് ആരുള്ളത്, നമ്മളുടെ കൂളിംഗ് കോയിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്. 1 ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഇതിന്റെ ഇടയിൽ മേ ബി ഏതോ ഒരു പോയിന്റിലാണ് എന്തുള്ളത്, നമുക്ക് ശരിക്കും തണുത്തിട്ട് കിട്ടുന്ന അവസ്ഥ ഇൻ ബിറ്റ്വീൻ എവിടെയോ ആണ്. എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ഇതായിരിക്കും ശരിക്കും 2 എന്ന് പറഞ്ഞ പോയിന്റ്. ഇതെന്താ TADP ആണ്, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ആണ്. ഈ 1 2ലേക്കുള്ള ദൂരം കണ്ടുപിടിക്കാനുള്ള സെറ്റപ്പാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്, ബൈപ്പാസ് ഫാക്ടർ ആയിട്ട് തന്നിട്ടുള്ളത്. ബൈപ്പാസ് ഫാക്ടർ കണ്ടുപിടിക്കേണ്ട പരിപാടി അറിയാലോ. അതിന് ഈ ഒരു ലോജിക്ക് എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂളിംഗ് കോയിൽ ഉണ്ട്, ഒരു ഡക്റ്റ് ആണ്, അതിൻ്റെ ഉള്ളിൽ ഒരു കൂളിംഗ് കോയിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. വരുന്ന എയറിന്റെ ടെമ്പറേച്ചർ 30°C ആയിരിക്കും. എക്സിറ്റ് ടെമ്പറേച്ചർ എനിക്ക് അറിയില്ല. ഓക്കെ, അത് T2 എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കട്ടെ. TADP എനിക്കറിയാം, 14°C ആണ്. അപ്പോൾ ധൈര്യമായിട്ട് കണ്ടുപിടിക്കാം. ഞാൻ ബൈപ്പാസ് ഫാക്ടർ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ഡിവൈഡ് ബൈ ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിലുള്ളത് എങ്ങനെ വേണമെങ്കിലും എടുത്തോ, 14 - T2 എന്നോ എന്തായാലും ടെമ്പറേച്ചർ ഡിഫറൻസ് എടുത്താൽ മതി, നെഗറ്റീവ് വരുന്നേ ഉള്ളൂ. ഡിവൈഡ് ബൈ ലെഫ്റ്റ് സൈഡ് 14 - 30 തന്നെ എടുത്തു. ബൈപ്പാസ് ഓ ഇതെടുത്തിട്ടില്ലേ, 40° ഡ്യൂ പോയിന്റ് എടുത്തിട്ട് ഈ സെക്ഷൻ മാർക്ക് ചെയ്തില്ലേ, മറ്റേ സെക്കൻഡ് സെക്ഷൻ അതൊന്ന് പറയും ഒന്നും കൂടി. ഏത് വർക്ക് ചെയ്യുന്നത്? സെക്കൻഡ് സെക്ഷൻ മാർക്ക് ചെയ്തിട്ടില്ലേ? സെക്കൻഡ് ഞാൻ എടുത്തിട്ടില്ല, അത് ഞാൻ വെറുതെ പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ. ഈ ഏതാണ്ട് ഈ ഒരു റേഞ്ചിലായിട്ടായിരിക്കും ഉണ്ടാവുക, പക്ഷെ എനിക്ക് അറിയില്ല. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഞാനിപ്പോ ഈ ബൈപ്പാസ് ഫാക്ടർ എനിക്ക് തന്നിട്ടുണ്ടല്ലോ. എത്രയാന്ന് 0.2 അല്ലേ തന്നെ ബൈപ്പാസ് ഫാക്ടർ? 0.1. എന്നാ 1 0.1 ഈസ് ഈക്വൽ ടു, എനിക്ക് ഈ ഇക്വേഷൻ അറിയാം. ബൈപ്പാസ് ഫാക്ടർ തന്നു കഴിഞ്ഞാൽ 0.1 ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡ് ബൈ ലെഫ്റ്റ് സൈഡ് ടെമ്പറേച്ചർ ഡിഫറൻസ്. നമുക്ക് കിട്ടിയത് ഡിവൈഡ് ബൈ നമ്മൾ കൊടുത്തത് 14 - T2 ഡിവൈഡ് ബൈ 14 - 30 കിട്ടും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് എന്ത് കിട്ടും, T2 കിട്ടും. T2 ഈസ് ഈക്വൽ ടു എത്ര °C കിട്ടും. അത് എത്രയാണോ കിട്ടുന്നത്, ഇപ്പൊ ഇൻ കേസ് എനിക്ക് 20 കിട്ടിയതായിരിക്കും. 20ക്ക് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, 2 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ് കിട്ടും. കൂളിംഗ് കോയിലിനകത്ത് പുറത്ത് വരുന്ന ടെമ്പറേച്ചർ. പിന്നെ പതിവ് പോലെ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടില്ല. കൂളിംഗ് കോയിലിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. കൂളിംഗ് കോയിലിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. 1ലെ എന്താൽപ്പി എടുക്കുക, 2ലെ എന്താൽപ്പി എടുക്കുക. 1 - 2ലേക്കുള്ള പ്രോസസ്സാണ്. പിന്നെ നേരത്തെ അതേ മെത്തേഡ്, മാസ് ഈസ് ഈക്വൽ ടു Q ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു H2 - H1. മാസ് ഫ്ലോ റേറ്റ് എനിക്ക് തന്നിട്ടില്ല, വോളിയം ഫ്ലോ റേറ്റ് തന്നത്. സോ വോളിയം ഫ്ലോ റേറ്റ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം എടുക്കുക. അപ്പൊ അത് മാസ് ഫ്ലോ റേറ്റ് ആവും, H2 - H1 കഴിഞ്ഞു. രണ്ട് ചെറിയ ബോക്സ്.
ഈ ഒരു കേസിൽ സ്പെസിഫിക് പോയിന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം 1 എന്ന് പറഞ്ഞ പോയിന്റിലാണ് എടുക്കേണ്ടത്. കാരണം 1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള എയറിനെയാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ഒരു സ്പെസിഫിക് വോളിയമാണ് എടുക്കാൻ. സാർ പറഞ്ഞോ. ഇതിപ്പോ സാർ ഇപ്പൊ വരച്ചതിന് നമുക്കിപ്പോ 12.4 കിട്ടുന്നത്. അപ്പൊ 12.4 ഇങ്ങനെ വരുമോ? 12.4 ഏയ് 12.4 വരും. 17 മൈനസ് 30 0.1 ചെയ്തത്. ഒരു സെക്കൻഡേ, ഇവിടെ കൊടുത്തിട്ടുള്ള 14 ഡിഗ്രി സെൽഷ്യസ്. 15.6 അല്ലേ? 12.4 എന്തായാലും വരില്ല. 14 മൈനസ് 15.6 അല്ലേ വരുന്നത്? 1.6 മൈനസ് 1.6 പ്ലസ് 40 15.6 കിട്ടുന്നത്. രണ്ടാമത്തെ പോയിന്റ് 15.6 അല്ലേ കിട്ടുക? ഇത് സോൾവ് ചെയ്ത് നോക്കോ. പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ആവാനൊന്നും ഇല്ല. അത് ഞാൻ സോൾവ് ചെയ്ത് തരാം. സിമ്പിൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 0.1 ഈക്വൽ ടു 14 മൈനസ് T2 divided by 14 minus 30 ആണ്. സിംപ്ലൈസ് ഈ 14 മൈനസ് 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 16 ആണ്. ഓൾമോസ്റ്റ് അല്ല, കറക്റ്റ് 16. അപ്പോൾ അതിനെ ഞാൻ ഒഴിവാക്കി 16 ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1.6 കിട്ടും. ഈക്വൽ ടു 14 മൈനസ് T2 സോറി മൈനസ് 16 അപ്പോൾ മൈനസ് 1.6 കിട്ടും. മൈനസ് 1.6 പിന്നെ 14 ഇപ്പുറം വരുമ്പോൾ മൈനസ് 14 ഈക്വൽ ടു മൈനസ് T2. അപ്പൊ 15 ഇത് മൈനസ് 1.6 മൈനസ് 14 എന്ന് വെച്ചാൽ മൈനസ് 15.6 ഈക്വൽ ടു മൈനസ് T2. മൈനസ് മൈനസ് അപ്പുറം ഇപ്പുറം ഉള്ളതുകൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്തോ. T2 is equal to 15.6. അപ്പോൾ 15.6 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇവിടെയാണ് നമ്മളെ ശരിക്കുള്ള പോയിന്റ്. ഇവിടെയാണ് 15.6. സാറേ VS എടുക്കുമ്പോ ഫസ്റ്റ് ഏത് എയറിനാണോ നമ്മൾ തണുപ്പിക്കുന്ന ഏത് എയറിനെയാണ് 1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള എയറിനെയല്ലേ നമ്മൾ തണുപ്പിക്കുന്നത്. സോ അതല്ലേ കൂളിംഗ് കോയിലേക്ക് വരുന്ന എയർ. അപ്പൊ അവിടുത്തെ സ്പെസിഫിക് വോളിയമാണ് ഇപ്പത്തിൽ എടുക്കണ്ടേ 0.88 തൊട്ടടുത്തല്ലേ അന്നേരം എന്നെടുക്കുക 0.88 ഇല്ല. അല്ല 88-നെക്കാട്ടി കൂടുതലല്ലേ. 0.88-ഉം 0.90-യും ഏകദേശം അടുത്തല്ലേ. 0.89 എടുത്തോ, ഏകദേശം സെന്ററാന്ന് വിചാരിച്ചിട്ട് 0.89 കുറച്ചേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 0.885 അങ്ങനെ എടുക്കും. അടുത്താണെങ്കിൽ 0.88 എന്തായാലും എടുക്കാൻ പറ്റില്ല. കാരണം 0.88 എന്ന് പറഞ്ഞാൽ ഈ ലൈൻ തന്നെയാണ്. 0.88-ന്റെ തൊട്ടടുത്താണെങ്കിൽ 0.886-ഓ 885-ഓ അങ്ങനെ കൊടുത്തോ.
885 മാറ്റം കൊടുത്തു. ചെറിയ വാരിയേഷൻ ഉണ്ടാവുള്ളൂ. പോയിന്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റിന്റെ അപ്പുറമല്ലേ വ്യത്യാസം വരുന്നത്. ചെറിയ വേരിയേഷൻസ് വരും. ഈ ഒരു സാധനം നമ്മളെ സൈക്കോമെട്രിക് ചാർട്ട് വേറെ തന്നെ വരച്ചിട്ട് കാണിച്ചെടുക്കണേ. പ്രോബ്ലം ഏത് ചെയ്യുന്നുണ്ടെങ്കിലും സൈക്കോമെട്രിക് ചാർട്ട് സെപ്പറേറ്റ് വരച്ചിട്ട് തന്നെ കാണിച്ചെടുക്കണം. അതാണ് ഏതാണ്ട് 1 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ കിട്ടിയെന്ന് കാണിക്കുക. ഇതിനകത്ത് H2 - H1 മൈനസ് വരും. ഓ ഇതിനകത്ത് H2 - H1 മൈനസ് വരൂല്ലേ? മൈനസ് എന്തായാലും വരില്ലല്ലോ. സാർ മൈനസ് വരുന്നുണ്ട്. അതെങ്ങനാ? H1 ഇവിടെയല്ലേ? H1 - H2 അല്ലടാ. H1 80 സംതിങ് വരുന്നുണ്ടല്ലോ. 83 അങ്ങനെയായിട്ട് വരുന്നുണ്ട്. H1 എന്ന് വെച്ചാൽ ഏകദേശം ഈ ഒരു പോയിന്റ് എടുത്ത് 15.6 എന്ന് പറയുമ്പോൾ 2. നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ തിരിച്ചിട്ടില്ലേ അന്നേരം? അത് ഞാൻ എഴുതിയത് ഇത് ഡിഫറൻസ് എടുക്കണമെന്നേ ഉള്ളൂ. എന്താൽപ്പി ഡിഫറൻസ് മൈനസ് വരില്ല. ഡിഫറൻസ് എടുത്താൽ മതി. H1 മൈനസ് വാല്യൂ എടുക്കരുതേ. എങ്ങനെയാണോ ഡിഫറൻസ് വരുന്നത് ആ ഡിഫറൻസ് മാത്രമേ നമുക്ക് വേണ്ടൂ. എന്താൽപ്പി തമ്മിലുള്ള വ്യത്യാസം അത് H1 - H2 ആണെങ്കിൽ അങ്ങനെ എടുക്കുക. നേരത്തെ പ്രോബ്ലത്തിനകത്ത് H2 - H1 ആയിരുന്നു വന്നത്. എന്താൽപ്പി പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കും. 120.9 വാല്യൂ ഇതിന്റെയും എനിക്കറിയില്ല. അതൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. TADP ഇത് 1 എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്ട് 15.6 ആണ് നമുക്ക് 2 എന്ന് പറഞ്ഞ പോയിന്റിൽ കിട്ടുക. 2 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ 2 എന്ന് പറഞ്ഞ പോയിന്റ്. എന്താൽപ്പിന്റെ ലൈൻ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് എടുത്ത H2 എടുത്ത H1 കിട്ടിയെന്ന് വെച്ചാൽ 1 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടിയത് 30 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വന്നത് എത്രയായിരുന്നു? 75%. അത് രണ്ടും കൂടി ചേർത്താത്ത നമുക്ക് 1 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടുന്നത്. ADP ഇവിടെ ഉണ്ട്. പിന്നെ 2 എന്ന് പറഞ്ഞ പോയിന്റ്. ഇപ്പൊ നമുക്ക് ആൻസർ കിട്ടിയത് എത്രയാണെന്ന് വെച്ചാൽ എടുത്ത് എഴുതുക. 15.6 ഡിഗ്രി സെൽഷ്യസ്. അത് കംപ്ലീറ്റ് ചെയ്യാം. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ Q കണ്ടാ മതി.
ആ കപ്പാസിറ്റി എന്ന് വെച്ചാൽ തന്നെയാണ് എത്രത്തോളം ഹീറ്റ് റിമൂവ് ചെയ്യാനുണ്ട്.